അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷഫീറിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? അതെ, തൻ്റെ ജ്യേഷ്ഠൻ എന്തായാലും ഹാദിയെ ചതിച്ചു. ആദിയെ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു. എന്നാൽ തൻ്റെ ബെഡ്റൂമിൽ വരെ അവൾക്കൊരു ഭാര്യയുടെ സ്ഥാനം കൊടുത്തില്ല തൻ്റെ ജ്യേഷ്ഠൻ. കൊടും ചതി. ഒരു പെണ്ണിനോടും ഒരാൾക്കും ചെയ്യാൻ പാടില്ലാത്ത അത്രക്കും വലിയ ചതിയാണ് എൻ്റെ ജ്യേഷ്ഠൻ ജസീർ ചെയ്തത്. അതെ, അവൻ ആരോടെയുള്ള പക മുഴുവൻ ഇവളോട് തീർത്തു, പാവം പെണ്ണിനോട്. അത് വിവാഹ ജീവിതം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പെണ്ണിനോട് വേണ്ടിയിരുന്നോ? പാവം, ആ ആദ്യ രാത്രി തന്നെ അവൾ ആ പുറത്ത് ഇരുന്ന രംഗം ഞാൻ കണ്ടതാണ്. ശരിക്കും ഞാൻ ജിം കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും ഞാൻ അവൾ പുറത്തിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. തണുത്തുറഞ്ഞ് അവളുടെ ശരീരം, പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാൽ അകത്താണെങ്കിൽ AC ഇട്ട് കൂടുതലായിട്ട് അമിതമായ തണുപ്പും. പക്ഷേ ആ ഒരു ബെഡിൽ പോലും അവൾക്ക് സ്ഥാനം കൊടുത്തില്ല. അവളൊന്നറിയാതിരുന്നപ്പോഴേക്കും അവളെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച അവൻ. ശരിക്കും പാവം, ആ പെണ്ണ് ഒരുപാട് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇനിയും അവൾക്ക് വിഷമമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതെ, അതിനു വേണ്ടി എന്ത് ഹെൽപ്പും ഞാൻ ചെയ്തോളാം. അവളെ ചികിത്സയ്ക്ക് വേണ്ടി എന്തും ഞാൻ തരാൻ തയ്യാറാണ്. എന്നാൽ ആഷി ഉസ്താദിന് അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അത് വല്ലാത്തൊരു വിഷമായി മാറി. എന്നാൽ ഹാദിയ, അവളുടെ പുതിയ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം അവൾക്കൊരിക്കലും വിവാഹം കഴിക്കണ്ട, ഒരാൾക്കും ഞാനൊരു ഭാരമാവരുത് എന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അവളത് സഫീറിനോട് പറയുകയും ചെയ്തു. സഫീർ പറഞ്ഞു, ഹാദിയ, പിന്നെ ഇൻഷാ അല്ലാ എല്ലാം സുഖമായിട്ട് നല്ലൊരു ബന്ധം കണ്ടുപിടിക്കണം നമുക്ക് കേട്ടോ. ഒരിക്കലും നീ ഒറ്റപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ജ്യേഷ്ഠൻ ചെയ്തു കൂട്ടിയ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ പകരമായിക്കൊണ്ട് നീ അവൻ്റെ മുമ്പിൽ അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് അവൾ പറഞ്ഞു, വേണ്ട സഫീർ, ഇനി ഞാൻ ഒരാൾക്കും ബുദ്ധിമുട്ടായി നിൽക്കുന്നില്ല. ഇനി ഞാൻ ഒറ്റക്കങ്ങ് ജീവിച്ചോളാം. എന്നെ കൈകാലുകളൊക്കെ മുറിഞ്ഞ എന്നെ ആരേറ്റെടുക്കാൻ വേണ്ട. ഇനി ഞാൻ ഒരിക്കൽ പോലും വേണ്ട. വിവാഹ ജീവിതം മടുത്തു എനിക്ക്. ആസ്വദിച്ചല്ലോ ഞാൻ ഒരുപാട് വേദനയോടെ. ഇനിയും സഫീർ, ഞാനത് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിവാഹ ജീവിതം എന്നത് അത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എന്നാൽ സഫീർ പറഞ്ഞു, ഹാദിയ, ഒരിക്കലുമില്ല. വിവാഹ ജീവിതം എല്ലാം ഒരുപോലെയല്ല, എല്ലാം വ്യത്യസ്തമായിരിക്കും. വേണ്ട സഫീർ, എനിക്ക് ഒറ്റക്കുള്ള ജീവിതം തന്നെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ ഞാൻ ജീവിച്ചോളാം, മരിക്കോളാം. അല്ലാതെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ആഷി ഉസ്താദ് അങ്ങോട്ട് കടന്നു വന്നു. നടക്കാനല്ല, ഇരിക്കാനല്ല, ഇനി കിടക്കാൻ വരെ കഴിയില്ലെങ്കിലും ഹാദിയ, നിന്നെ ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറാണ്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അല്ലാ, അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. ഉസ്താദേ, വേണ്ട ഉസ്താദേ, എന്തിന് ഇനി ഒരാളുടെ മുമ്പിലും എന്നെ കെട്ടിവെക്കണ്ട. അതെ, എനിക്ക് എൻ്റെ ഒരു ജീവിതം തന്നെ മതിയായിപ്പോയി. ഇനി ഒരിക്കലും ഒരാൾക്കും ഭാരമായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദേ. പെട്ടെന്ന് അതാ ഉസ്താദ്, ഹാദിയ, ഒരാളുണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതെ, അയാൾ തെറിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ശരീരം മാത്രമല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുക, അദ്ദേഹം നിൻ്റെ മനസ്സുകൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അത് ഒരിക്കൽ പോലും ആർക്കും വേർപിരിക്കാൻ കഴിയില്ലല്ലോ. ശരീരം മാത്രം ഇഷ്ടപ്പെടുന്നവർക്കല്ലേ അങ്ങനെയുള്ള പ്രോബ്ലം. ഇതൊരിക്കലും അങ്ങനെയല്ലല്ലോ ഉസ്താദേ. അതൊന്നും വേണ്ട. അതൊക്കെയുണ്ട് ഹാദിയ, നോ പ്രോബ്ലം. നീ സമാധാനത്തോടെ നിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ തുടരട്ടെ. ഒരിക്കൽ പോലും ഒന്നും സംഭവിക്കില്ല. അതെന്താ, ആക്സിഡൻറ്റ് അതൊക്കെ സർവ്വസാധാരണമല്ലേ. അതുകൊണ്ടൊന്നും നിനക്കൊന്നും സംഭവിക്കാൻ പോണില്ല കേട്ടോ. നോ പ്രോബ്ലം. എത്ര ആളുകൾ അബോധാവസ്ഥയിൽ കോമാ സ്റ്റേജിൽ കിടക്കുന്നു. നീയൊക്കെ എത്ര ഭാഗ്യവതിയാ. നിൻ്റെ തലക്കൊന്നും ഒന്നും പറ്റിയില്ലല്ലോ, കയ്യിനും കാലിനും അല്ലേ. നോ പ്രോബ്ലം, അതൊക്കെ ഇപ്പം അങ്ങ് ശരിയാവും ഹാദിയ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട്
എല്ലാം റെഡിയായിട്ട് പഠനം തുടങ്ങണം കേട്ടോ. ഉസ്താദേ, എനിക്കെൻ്റെ പഠനം അത് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സങ്കടമുള്ളത്. അതെ, മോളൊന്നും കൊണ്ട് വിചാരിക്കേണ്ട. മോൾക്ക് ഏത് ഭാഗം മുതലാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കാം കേട്ടോ. അതിനി ഓൺലൈനിൽ വേണമെങ്കിൽ അങ്ങനെ, ഓഫ്ലൈൻ വേണമെങ്കിൽ അങ്ങനെ. എന്താ ഉസ്താദെ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു പഠിക്കണം, ഉന്നത വിജയം നേടണം എന്നൊക്കെ. പക്ഷേ അതിനിടയ്ക്ക് ഈ ഒരു ആക്സിഡൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഉസ്താദെ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മോളെ ഹാദി, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതിനൊക്കെ ഇപ്പം എത്ര സംവിധാനങ്ങളുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ട പാഠഭാഗങ്ങളൊക്കെയും എടുത്തു തരാനൊന്നും ഇപ്പോൾ ഒരു പണിയുമില്ല മോളെ. എല്ലാ രീതിയിലുള്ള ക്ലാസ്സും ഇപ്പോഴുണ്ടല്ലോ, ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട്. എങ്ങനെയാണ് മോൾക്ക് ഇഷ്ടം അതുപോലെ എല്ലാം നടത്താനുള്ള സംവിധാനങ്ങൾ എത്രയോ ഉണ്ട്. എന്താ മോളെ, അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. അതെ, ആശി ഉസ്താദിൻ്റെ ആ ഒരു സാന്നിധ്യം ശരിക്കും അവളിൽ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഉഷാറുണ്ടാക്കി. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ അതുതന്നെയായിരുന്നു ആഗ്രഹം. എന്നാൽ അങ്ങനെ അവർ ഡോക്ടർ പരിശോധനയ്ക്ക് വന്നപ്പോൾ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. സഫീറിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. ആഷി, എന്താടാ ആഷി, എനിക്ക് ഒരു കാര്യം പറയാണ്ട്. എന്താ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് ഞാൻ പറയാം. എന്നാൽ അപ്പോഴേക്കും അതാ ആഷി ഉസ്താദിൻ്റെ ഉമ്മ വിളിക്കുന്നു. മോനെ, വന്ന വരവല്ലേ, വരി, നമുക്ക് വീട്ടിലേക്കൊന്ന് പോകാം. അതെ, തൻ്റെ മകൻ അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് നേരിട്ട് ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. മോനെ, നമുക്കിന്ന് പിന്നെ വരാം, പോകുക, ഉമ്മ പറഞ്ഞു. ഉമ്മ, ആയിക്കോട്ടെ. എന്നാൽ ഈ സമയം സഫീർ ആഷി ഉസ്താദിനോട് എന്തോ എന്നൊക്കെ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് പിന്നീടാക്കാമെന്ന് കരുതി. അങ്ങനെ അതാ അവരെല്ലാവരും വാഹനത്തിൽ കയറിയപ്പോൾ സഫീർ ഒരു നിമിഷം കയറാതെ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ കയറി, മോനെ വരി, നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്, മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ അതാ അവരെല്ലാവരും അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അത് ആഷി ഉസ്താദിൻ്റെയും ഐഷുവിൻ്റെയും വീട്ടിലേക്ക്. സന്തോഷത്തോടെ അവർ അവിടെ എത്തി. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അവൻ മനസ്സിൽ വിചാരിച്ചു, ഉമ്മയെ കാണാൻ പോകണം, പോകാതിരിക്കാൻ പറ്റൂല, അതിനു മുമ്പായിട്ട് ഒന്ന് വിളിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയല്ലോ, ഇവരൊക്കെ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇവരുടെ ഉമ്മയൊക്കെ അവരെ വരവേൽക്കുന്നതും സ്വീകരിക്കുന്നതും. അവർക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാം ഉമ്മ ഒരുക്കിയിരുന്നു. സഫീർ അതെല്ലാം കണ്ട് സങ്കടപ്പെട്ടു. അത് എനിക്കുമുണ്ടൊരു ഉമ്മ, എനിക്കുമുണ്ടൊരു കുടുംബം, പക്ഷേ എന്നെ സ്നേഹിക്കാൻ, എന്നോട് സ്നേഹത്തോട് രണ്ട് വാക്ക് പറയാൻ എനിക്ക് ആരുമില്ല. പക്ഷേ പകരമായിട്ട് നാളെ ഞാൻ സ്റ്റേഷനിലേക്ക് ഹാജരാവണം. അതെ, കോടതിയിൽ കേസുണ്ട് തനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് റബ്ബേ, അന്ന് ആഷിയുടെ കൂടെ അവൻ ഉറങ്ങുമ്പോൾ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്താ സഫീർ, ഉറങ്ങടാ, നിൻ്റെ വീടും സൗകര്യവും പോലെ ഒരിക്കൽ പോലും അത്ര മുന്തിയതൊന്നുമല്ല. അതെ, നിങ്ങളുടെ വീടിൻ്റെ ഒരു മതിലിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ക്യാഷ് മതി ഞങ്ങളെ വീടിന് അല്ലേ. നിങ്ങളുടെ വീട് അത്രക്കും വലിയ കൊട്ടാരം കണക്കെയുള്ള വീടാണ്. അതിൽ നിന്ന് ഞങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് മാറിയപ്പോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ടാവില്ലല്ലേ. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ആഷി, ഞാൻ അതല്ല ആലോചിച്ചത്. നിൻ്റെ അത്ര സമാധാനം എനിക്കില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം സമാധാനപൂർണമായ ജീവിതത്തിന് ഒരുപാട് സ്വത്തും സമ്പത്തും വേണ്ട. അതിന് മനസ്സിൻ്റെ ഉള്ളിലെ മനുഷ്യ സ്നേഹമാണ് വേണ്ടത്. എനിക്കതില്ലല്ലോ. സഫീർ, നീ പറഞ്ഞിരുന്നല്ലോ എന്തൊരു കാര്യം എന്നോട് പറയാണ്ടെന്നുള്ളത്. ആഷി, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതാണ്. എന്താ സഫീർ, എന്തുണ്ടെങ്കിലും പറയൂ. ആഷി, എൻ്റെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ഓരോ തെറ്റുകൾ കൊണ്ട് ഹാദിയൊക്കെ പരിക്ക് പറ്റിയവൾ കിടക്കുകയാണ്. അവൾ എന്നോട് പറഞ്ഞത് കേട്ടോ, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കിനി കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച ടെൻഷനാണെന്ന്. പെട്ടെന്ന് ആശ്വസ്ത അത് പറഞ്ഞു. അതെന്നോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊക്കെ എത്ര വഴികളുണ്ടെന്ന്.
എൻ്റെ പ്രിയപ്പെട്ട സഫീർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ശരിയാണ്, നിൻ്റെ കുടുംബക്കാരിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് അവൾക്ക് അങ്ങനത്തെ അപകടം പറ്റിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം യഥാർത്ഥമായി പറയണം കോടതിയിൽ. അതിന് ഇൻഷാ അല്ലാഹ് ഞാനും വരും. ആഷി, അതൊക്കെ എനിക്ക് അള്ളാഹു എങ്ങനെ വിധിച്ചത് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ആഷി, എനിക്ക് പറയാനുള്ളത് അത് കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഫീർ, എന്ത് പറഞ്ഞാലും തയ്യാറാണ് ഞാനതിന്. ആഷി, ഹാദിയെ ഏറ്റെടുക്കുമോ? ഹാദിയെ കൂടെ കൂട്ടുമോ? ഞാൻ എന്ത് വേണമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്തു തരാം. അവളുടെ പരിചരണത്തിന് വേണ്ടിയുള്ള എന്ത് ക്യാഷും ഞാൻ ഇറക്കിത്തരാം. എനിക്ക് ക്യാഷിനൊന്നും പൈസ കൊടുത്താൽ സമാധാനം കിട്ടില്ലല്ലോ ആഷി. അതെ, നിങ്ങൾ ഏറ്റെടുക്കുമോ അവളെ? അത് കേട്ട് ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു. സഫീർ, എന്തൊക്കെയാ പറയുന്നത്? അത് എനിക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തരുമോ അവർ? അതൊരിക്കലുമില്ല. നിങ്ങളെ വലിയ കുടുംബത്തിലേക്കൊക്കെയല്ലേ അവൾ വന്ന് കയറിയത്. അതുകൊണ്ട് പാവപ്പെട്ട എനിക്ക് വേണ്ടിയിട്ട് എന്താ ആഷി പറയുന്നത്? ഒരിക്കലും പണത്തിൻ്റെ ഒപ്പം സമാധാനം ഉണ്ടാവില്ല. സമാധാനം കിട്ടണമെങ്കിൽ മനുഷ്യത്വം വേണം. നിങ്ങളുടെ വീട്ടിൽ അതുണ്ട്. ആഷിയോട് ഇത് പറയാൻ മടി മറ്റൊന്നുമല്ല. എൻ്റെ ജ്യേഷ്ഠനാണ് അവളെ വിവാഹം കഴിച്ചിരുന്നത്. പക്ഷേ ആഷി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഹാദിയ എൻ്റെ ഏട്ടത്തി ഉമ്മയായിരുന്നു. അവളെ ഒരിക്കൽ പോലും എൻ്റെ ജ്യേഷ്ഠൻ അവൾ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. ശരിക്കും ആഷിക് ഞെട്ടി. അതെ, സത്യമായിട്ടും അവളൊരിക്കൽ പോലും അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. അവളിന്നും പവിത്രയായ പെൺകുട്ടിയാണ്. അതെ, അവളിന്നും കന്യകയാണ്. ഒരിക്കലും അവൾക്ക് ആ മഹർ പോലും അവകാശപ്പെട്ടതല്ല. അതെല്ലാം അവൾക്ക് തിരിച്ചു കൊടുക്കാം. ശരിക്കും ആഷി ഉസ്താദ് അത് കേട്ടപ്പോൾ ഞെട്ടി. സത്യമായിട്ടും സഫീർ? അതെ, സത്യമായിട്ടും ഞാൻ പറയുന്നതിൽ ഒട്ടും കളവില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ? ആദ്യക്ക് ക്ലാസ് എടുത്ത് കൊടുത്തൂടെ ആഷിക്ക്? ശരിക്കും സഫീർ പറയുന്നത് കേട്ട് ആഷി ഉസ്താദ് പറഞ്ഞു, സഫീർ, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നീ പറയുകയാണല്ലോ. സത്യമായിട്ടും എന്തിത് സംഭവിക്കുന്നത്? ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും അത് നടക്കില്ലെന്ന് എനിക്കറിയാം. സഫീർ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഹാദിയെ. ഒരുപാട് ഇഷ്ടമാണെടാ. സത്യമായിട്ടും എനിക്ക് അവളെ എന്തെന്നറിയില്ല, കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്. ആദ്യം എനിക്ക് അവളെ കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു. എന്നാൽ ഞാനങ്ങ് അകന്നു പോയതിനു ശേഷം എൻ്റെ മനസ്സിലേക്ക് അവൾ പിന്നെയാണ് കടന്നുകൂടി വന്നത്. അവളെക്കുറിച്ചുള്ള ചിന്തകൾ, അവളുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഫീർ, ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹാദിയുടെ ആദ്യ രാത്രി. അതെ, ഞാൻ കരുതി അവളെ ഇന്നവൻ സ്വന്തമാക്കുകയാണ്. അവൻ സ്വന്തമാക്കിയിട്ട് ഒരിക്കൽ പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നത്. എൻ്റെ മനസ്സ് വല്ലാത്ത വേദനിച്ച ദിവസമായിരുന്നു. അറിയില്ല, തുറന്നു പറഞ്ഞില്ല, എല്ലാം മനസ്സിനുള്ളിൽ വെച്ചു. എന്നാൽ ആ ദിവസം എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസമായിരുന്നു. പക്ഷേ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവളിപ്പോഴും പവിത്രയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് സങ്കടമുണ്ടെങ്കിലും അതിലേറെ എനിക്ക് സന്തോഷമാണ്. കാരണം അത് എനിക്ക് അവളെ ലഭിക്കുമോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങുകയാണ്. സഫീർ, സത്യമായിട്ടും സഫീർ നിർബന്ധിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതെ, കാരണം എൻ്റെ ജ്യേഷ്ഠൻ വേറെ ചിന്താഗതിയായിരുന്നു. പിന്നെ ആഷി, ഒരു രഹസ്യം കൂടി ഞാൻ പറയട്ടെ. എന്താ? എൻ്റെ ജ്യേഷ്ഠൻ്റെ ബെഡിൽ അവൾ കിടന്നിട്ടില്ല ഒരിക്കൽ പോലും. അത് സത്യമാണ്. പെട്ടെന്ന് ആഷി ഉസ്താദ് ആ ഒരു മെസ്സേജ് ഓർത്തു. അതെ, അവളയച്ച മെസ്സേജ്. ശരിക്കും അവന് തോന്നി, റബ്ബേ, ഹൈറാണെങ്കിൽ എനിക്ക് നീ തരണം റബ്ബേ അവളെ.
അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ ഒരാളുടെ ഭാര്യയും ആയിട്ടില്ല. വെറും ഒരു പേര് കൊണ്ട് മാത്രം അങ്ങനെ ആവോ റബ്ബേ? അതെ, ഡൈവേഴ്സ് അവൾക്ക് കിട്ടിയിട്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും. ആഷിയുടെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ നിന്ന് ഹാദിയ, എൻ്റെ ഉസ്താദ്, അതെ എൻ്റെ ഉസ്താദ് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. ഉമ്മ അവളുടെ അരികിലേക്ക് എത്തി. ഓരോന്നുമ്മ ചോദിച്ചപ്പോൾ, മോളെ ഇനി എൻ്റെ കുട്ടിക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? ഉമ്മ, എൻ്റെ ഉസ്താദ് വന്നല്ലോ, എനിക്ക് സന്തോഷമായി. എന്നെ കാണാൻ വന്നല്ലോ, അത് മതി, എനിക്ക് റാഹത്തായി ഉമ്മ. മോളെ അല്ലെങ്കിലും അതെ, ആ ഉസ്താദിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ ഉസ്താദിൻ്റെ പ്രാർത്ഥന കൊണ്ട് എല്ലാം മോളെ റെഡിയായല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിച്ചു. മോളുടെ കാലിൻ്റെ പ്രശ്നവും കൈയിൻ്റെ പ്രശ്നവും മാറിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ. ഉമ്മ ആയിക്കോട്ടെ, എന്നാലും എൻ്റെ ഉസ്താദിനെ ഞാൻ കണ്ടല്ലോ, അത് മതി ഉമ്മ, സന്തോഷമായി. സത്യം പറഞ്ഞാൽ ആഷി ഉസ്താദിനെ കണ്ടതോടുകൂടി അവളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.